എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ എന്ത് ചെയ്താലും കുറ്റം മാത്രം കേൾക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? പല ആളുകളുടെയും ജീവിതത്തിൽ ആ ഒരു അവസ്ഥ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്താലും ഇങ്ങനെ കുറ്റം മാത്രം കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മളിൽ പലരും കടന്നു പോകുന്നുണ്ട്. ഇനിയും കടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്താലും കുറ്റം മാത്രം കിട്ടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ജീവിതത്തിൽ പരാജയപ്പെട്ട് കിടക്കുമ്പോഴും ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴുമാണ് ഈ ഒരു അവസ്ഥ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ആ സമയത്ത് നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. നമ്മളെ കൊണ്ടൊരു ഗുണവും മറ്റുള്ളവർക്കില്ലെങ്കിൽ പിന്നെ അവർക്ക് കുറ്റം പറയുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുക? അതാണ് അതിൻ്റെ റിയാലിറ്റി, അതിൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് അതാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ആരിൽ നിന്നാണ്? നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ വീട്ടുകാരിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കേണ്ടി വരിക. വിജയിച്ച ഒരാളെ സംബന്ധിച്ച് അയാളെ ആരും കുറ്റപ്പെടുത്തില്ല. അയാൾ തെറ്റ് ചെയ്താൽ പോലും, വിജയിച്ച ഒരാൾ തെറ്റ് ചെയ്താൽ പോലും അയാളെ കുറ്റപ്പെടുത്തില്ല. അയാളെ ന്യായീകരിക്കുവാനും അംഗീകരിക്കുവാനും അയാളോടൊപ്പം കൂടാനും ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. മറിച്ച് പരാജയപ്പെട്ട് കിടക്കുന്നവൻ്റെയും അതുപോലെ തന്നെ വിജയിക്കാൻ ശ്രമിക്കുന്നവൻ്റെയും മുന്നിൽ ആരും വരില്ല, ആരും ഒപ്പം കൂടില്ല. പകരം അവരെ കുറ്റപ്പെടുത്തും, ഇൻസൾട്ട് ചെയ്യും, അല്ലേ? അങ്ങനെയാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരവസ്ഥ, നമ്മുടെ ചുറ്റുപാടുകളുടെ അവസ്ഥ അങ്ങനെയാണ്. അതിനെ ഉൾക്കൊള്ളുക, അംഗീകരിക്കുക, അതിലപ്പുറം നമുക്കൊന്നും അതിൽ ചെയ്യാനില്ല. ഈ സമയത്ത് പക്ഷെ നമുക്ക് സംഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയാം? നമ്മളിങ്ങനെ തോറ്റു കിടക്കുകയാണല്ലോ, നമ്മൾ വിജയിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരും എന്ത് കാര്യം ചെയ്താലും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു മനോഭാവമുണ്ട്, എങ്ങനെയെങ്കിലും ജീവിതത്തിൽ വിജയിക്കുക, എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കുക. നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് കട്ടുകൾ തിരഞ്ഞെടുക്കും. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് നമ്മൾ തിരഞ്ഞു നടക്കും. ഒടുവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വലിയൊരു കുഴിയിൽ വീഴും. അതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളത്, അല്ലേ? അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ നമ്മളാരും ഷോർട്ട് കട്ടുകൾ തിരഞ്ഞെടുക്കാതിരിക്കുക. ഷോർട്ട് കട്ടുകളിലൂടെ ജീവിതത്തിൽ വിജയിച്ചവരാരും ആത്യന്തികമായിട്ടുള്ള വിജയം നേടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു സമയത്ത് അത് വലിയ പരാജയങ്ങളിലേക്ക് തള്ളപ്പെടും. അതുകൊണ്ട് സത്യസന്ധമായിട്ട് തന്നെ ജീവിതത്തിൽ വിജയിക്കുക. അതിനെന്ത് വേണം? ക്ഷമ വേണം, കാത്തിരിക്കണം. നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ ഈ ലോകം മുഴുവൻ കീഴടക്കണമെന്ന വാശിയൊന്നും നമുക്ക് ആവശ്യമില്ല. അങ്ങനെ അത് സാധ്യവുമല്ല. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക. എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയും മാനസികമായ സമ്മർദ്ദങ്ങളും ഉണ്ടാകും. എന്ത് ചെയ്താലും മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുമ്പോൾ വല്ലാണ്ട് തളർന്നു പോവും, തകർന്നു പോവും. സ്വാഭാവികം, അത് നമുക്കൊരിക്കലും കുറ്റം പറയാനാവില്ല. പക്ഷേ അതിൽ നിന്ന് പിടിച്ചു കയറാനാവണം. അവിടെ ഒരു ചെറിയ കനലെന്താ? ഈ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കണം. ഒരു കനല്. നമ്മളെ അവഗണിച്ചവർക്കും ഒറ്റപ്പെടുത്തിയവർക്കും കളിയാക്കിയവർക്കും പരാജയപ്പെട്ട് കിടക്കുമ്പോൾ അത് നോക്കിയിട്ട് വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തിയവർക്കും മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജമായിട്ട് ഒരു കനൽ ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യാൻ ആ ഒരു മെൻറ്റാലിറ്റി നമ്മളെ ഒരുപാടേറെ സഹായിക്കും. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ടല്ലേ? എന്ത് ചെയ്താലും കുറ്റം മാത്രം നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താണ് ചെയ്യാനാവുക? നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. സൈലൻ്റ് ആവുക, നിശബ്ദരാവുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക. പറയുന്നവർ പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ, അതിൽ അവർ ആത്മസംതൃപ്തി കൊള്ളട്ടെ. അതിലപ്പുറം നമ്മൾ നിശബ്ദരാവുക, സൈലൻ്റ് ആവുക, മിണ്ടാണ്ടിരിക്കുക. ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഇതിലൂടെ അങ്ങ് വിട്ടേക്കുക. അതിലപ്പുറം നമ്മൾ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ കൂടുതൽ ആക്രമിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ ഇൻസൾട്ട് ചെയ്യപ്പെടും. കാരണം എന്താണ്? ഈ സമയം നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പരാജയപ്പെട്ട് കിടക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ സമയം നമ്മൾ ജീവിക്കുന്നത് ആരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതിനാൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരായി കിടക്കുകയാണ്. അവിടെ നമുക്ക് വോയിസ് ഇല്ല. വോയിസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സ്വന്തം കാലിൽ ജീവിക്കാൻ കഴിയുന്നൊരു കാലത്തെ നമുക്ക് സൃഷ്ടിക്കാനാവണം.
അതിനെന്ത് വേണം? ക്ഷമ വേണം, കാത്തിരിക്കാനുള്ള മനസ്സ് വേണം. ഒപ്പം മനസ്സിൻ്റെ ഉള്ളിൽ കൃത്യമായ ഒരു ലക്ഷ്യം കണ്ട് ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കുവാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. അതാണ് നമുക്ക് വേണ്ടത്. കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സാണ് വേണ്ടത്. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള മാനസികമായിട്ടുള്ള ഒരു കരുത്ത് നമ്മൾ സ്വയം നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഇന്നിങ്ങനെ പരാജയപ്പെട്ട് കിടക്കുമ്പോഴും നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല. പക്ഷെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ആ സമയം നമ്മൾ തളർന്നു പോവാതെ വീണ്ടും വീണ്ടും ആ ലക്ഷ്യത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം എല്ലാം ശരിയാവുന്ന ഒരു ദിവസം വന്നു ചേരും. കാലം അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു ദിവസം ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് ഈ ലോകം കീഴടക്കിയവരല്ല, മറിച്ച് കാത്തിരുന്ന് നേടിയതാണ്. ക്ഷമയോടെ നിരന്തരമായി പരിശ്രമിച്ച് സമചിത്തതയോടെ മനസ്സിനെ നിയന്ത്രണത്തിൽ ഏറ്റെടുത്ത് ജീവിതത്തിൽ ലക്ഷ്യം സ്വന്തമാക്കിയവരാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലും കുറ്റപ്പെടുത്തലുകളുമൊക്കെ സഹിക്കാൻ തയ്യാറാവുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് സഹിക്കാൻ തയ്യാറായില്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോവുക എളുപ്പമല്ല. ഒരു സമയത്ത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആകത്തുകയിൽ ഇത് അതിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് കുറ്റം പറയുന്നവരൊക്കെ കുറ്റം പറയട്ടെ, അതിലപ്പുറം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കാം. ഇതിന് ഏറ്റവും ഒടുവിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നറിയോ? ഈ കുറ്റം പറഞ്ഞവരൊക്കെ തിരിച്ചു പറയും, നീ ഒരിക്കലും നന്നാവുമെന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ വലിയ ഡയലോഗൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. ആ സമയത്ത് നിങ്ങളെന്ത് വേണം? തിരിച്ച് ആ സമയത്ത് നിങ്ങൾ മറുപടിയൊന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് അതിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ പറ്റും. എന്താണെന്നറിയോ? അതിമനോഹരമായിട്ടുള്ള ഒരു പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചാൽ മതി. ആ പുഞ്ചിരിയിൽ എല്ലാ മറുപടിയും നിങ്ങൾ ചേർത്ത് വയ്ക്കുക. ജീവിതത്തിൽ വിജയിച്ചവൻ്റെ ഒരു പുഞ്ചിരിയായിട്ട് അവിടെ കിടക്കും. അതുകൊണ്ട് ഇന്നത്തെ പ്രശ്നങ്ങളെക്കുറിച്ച്, ഇന്നത്തെ പ്രതിസന്ധികളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുറ്റം മാത്രമേ കിട്ടുകയുള്ളൂ. അതിൻ്റെ കാരണം നിങ്ങൾ ജീവിതത്തിൽ ഒന്നും ആയിത്തീർന്നിട്ടില്ല. ആയിത്തീരണം. അത് സ്വന്തം കാലിൽ ജീവിക്കാൻ കഴിയുന്നൊരു കാലത്തെ സൃഷ്ടിക്കുമ്പോൾ മാത്രമാണ്. അവിടെ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവ് നമ്മളായിട്ട് മാറും. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്ന കാലത്ത് അവിടെ നമ്മുടെ ജീവിതം എങ്ങനെയാവണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, എവിടെ വേണമെങ്കിലും പോകാം. നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ, നമ്മുടെ സ്വപ്നങ്ങളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന, കരുത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരാളായി മാറുക അതൊരു സുപ്രഭാതം കൊണ്ട് സാധ്യമാവില്ല. ക്ഷമയോടെ അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് കഴിയണം. സമചിത്തതയോടെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്താതെ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാവണം. ഈ യാത്രയിൽ കുറ്റപ്പെടുത്തലുകളും അവഗണനകളും കളിയാക്കലുകളും ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോവുക. PSCക്ക് എഴുതുന്ന ഒരുപാട് ആളുകളില്ലേ, ഒരുപാട് ഇൻ്റർവ്യൂ പോയിട്ട് പരാജയപ്പെട്ട ആളുകളില്ലേ, ഇവർക്കൊക്കെ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും കുറ്റം മാത്രം ലഭിക്കുന്ന ഒരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഓർക്കുക, ഇതിലപ്പുറമുള്ള ഒരു ജീവിതമുണ്ട്. അന്ന് ഞാൻ ജീവിതത്തിൽ വിജയിക്കുമെന്നും അവിടെ മറ്റുള്ളവർക്ക് ആ ജീവിതം കൊണ്ട് മറുപടി നൽകുമെന്നും തീരുമാനിക്കുക. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ആ പരിശ്രമത്തിന് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് കിട്ടും. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരാളാവുക. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും ഞാൻ തന്നെ ഏറ്റെടുക്കും എന്ന രീതിയിൽ സ്വയം വളരുക. അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. എല്ലാവർക്കും അതിന് സാധ്യമാകും എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ഒപ്പം അതിനുവേണ്ടി പരിശ്രമിക്കുക കൂടി ചെയ്യുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.